ഇപ്പം ഞാൻ ഈ പറയുന്ന സംഗതി സത്യത്തിൽ എൻ്റെ 4 മക്കളോടും കൂടിയുള്ള ഒരു വസീയത്തും കൂടിയാണ്. അതായത് വസീയത്ത് എന്ന് വെച്ചാൽ മനസ്സിലായില്ലേ? സത്യത്തിൽ അതിൻ്റെ പ്രാധാന്യം എന്ന് വെച്ചാൽ അത് അമ്പിയാക്കളുടെയും എല്ലാവരുടെയും ഒരു ആദത്താണ്. അല്ലെങ്കിൽ എല്ലാ മനുഷ്യൻ്റെ മുഅ്മിനായ മനുഷ്യൻ്റെ ഒരു ആദത്താണ് അവൻ വസീയത്ത് ചെയ്യുക എന്നുള്ളത്. വസീയത്തിന് സ്വത്ത് മാത്രമല്ല, മഹാന്മാരും അല്ലെങ്കിൽ മുൻഗാമികളൊക്കെ മക്കളോട് തഖ്വ കൊണ്ട് വസീയത്ത് ചെയ്യും. അതോടുകൂടെ ആ വ്യക്തിയുടെ ഉത്തരവാദിത്വം കൂടി മാറണം. അങ്ങനെ വസീയത്ത് എന്നുള്ള. പക്ഷേ ഞാനിപ്പോൾ അങ്ങോട്ട് ആ ഡെപ്തിലേക്ക് പോകണില്ല. ഞാൻ പറഞ്ഞത് നിങ്ങൾ 4 പേരും കേൾക്കാനും ഇനി 2 പീക്കിരികൾ 2 ഗേൾസ് വലുതാകുമ്പോൾ അവരെ കേൾപ്പിക്കാനും വേണ്ടിയിട്ടാണ് ഇപ്പം ഈ പറയണത്. നമ്മുടെ ലോകത്ത് പലതരം ദിവസങ്ങൾ നടത്താറുണ്ട്. അതായത് അധ്യാപക ദിനം, ഡോക്ടർമാരുടെ ദിനം, ആരോഗ്യ ദിനം, അങ്ങനെ പല തരത്തിൽ നമ്മൾ പലതും വർഷത്തിലൊരു നാൾ അതിന് വേണ്ടി ഡെഡിക്കേറ്റ് ചെയ്തിട്ട് അതിനെ ആഘോഷിക്കുകയോ അതിനെ സ്മരിക്കാനൊക്കെ വേണ്ടിയിട്ട് നമ്മളങ്ങനെ ചെയ്യാറുണ്ട്. അപ്പം ഞാൻ കുറച്ച് നാളായിട്ട് ഞാൻ ആലോചിച്ചപ്പോൾ എനിക്ക് തോന്നി, നമ്മുടെ വീട്ടിൽ ഇൻസൈഡ് അവർ ഹോം, നമ്മുടെ ആഭ്യന്തരത്തിൽ അങ്ങനെ ഒരു 2 ദിവസങ്ങൾ വേണം. ഒന്ന് സിസ്റ്റേഴ്സ് ഡേ. എന്താണ് സത്യത്തിൽ ലോകത്ത് ആഗസ്റ്റ് ഫസ്റ്റ് വീക്കിലെങ്ങാണ്ട്, ഫസ്റ്റത്തെ ഞായറാഴ്ച എങ്ങാണ്ട് ലോകം തന്നെ സിസ്റ്റേഴ്സ് ഡേ ഒക്കെ ആയിട്ട് ആഘോഷിക്കേണ്ടത് നമുക്ക് നോക്കണ്ട. അതുപോലെ തന്നെ ബ്രദേഴ്സ് ഡേ എന്ന് പറഞ്ഞാൽ ഹാനിപ്പോൾ ജനിച്ചത് ഏത് മാസമാണ്? മെയ് 21. മെയ് 24 ശരിക്കും ബ്രദേഴ്സ് ഡേ ആണ്. മെയ് 24 എല്ലാ വർഷവും. ഞാനത് നോക്കണില്ല. ഞാൻ പറഞ്ഞാൽ നമ്മളെ വീട്ടിൽ ബ്രദേഴ്സ് ഡേ എന്ന് പറഞ്ഞിട്ടും സിസ്റ്റേഴ്സ് ഡേസ് എന്ന് പറഞ്ഞിട്ടും 2 ദിവസങ്ങൾ വേണം. എന്ത് പറയണം? അത് നിങ്ങൾ ഉമ്മാനെ സാക്ഷാത്കരിച്ചിട്ട് പറയണം. വെച്ചാൽ എല്ലാ ദിവസവും സിസ്റ്റേഴ്സ് ഡേ ആണ്, അതൊക്കെ നമുക്കറിയാം. ഇപ്പം അധ്യാപക ദിനം എന്ന് പറഞ്ഞിട്ട് അധ്യാപക ദിനം ബാക്കിയുള്ള ദിവസങ്ങളിലൊന്നും അവരെ മാനിക്കുന്നില്ല എന്നൊന്നും അർത്ഥമില്ല. പക്ഷെ ഒരു ഡെഡിക്കേറ്റഡ് ഡേ വെക്കുന്നത് അത് അന്ന് പ്രത്യേകം അതിനെ ഗണിക്കാനും പരിഗണിക്കാനും വേണ്ടിയിട്ടാണ്. അതുകൊണ്ടാണ് പറഞ്ഞത് സിസ്റ്റേഴ്സ് ഡേ. നിങ്ങൾ ഈ 2 പെങ്ങന്മാർക്ക് വേണ്ടിയിട്ട് ഒരു ദിവസം, അത് ഞാൻ ഉദ്ദേശിക്കുന്ന ദിവസം ബറാഅത്ത് രാവിൻ്റെ ഷാബാൻ 15 ബറാഅത്ത് രാവിൻ്റെ ആ ദിവസത്തിനാണ്, ബറാത്തിൻ്റെ ദിവസമാണ് ഇവർക്ക് നമ്മളെ വീട്ടിൽ സിസ്റ്റേഴ്സ് ഡേ ആയിട്ട് നമ്മളത് പരിഗണിക്കണം. നിങ്ങളിനി എത്ര വലുതായാലും, എത്ര തിരക്കിൽപ്പെട്ടാലും, എത്ര വലിയ പണക്കാരായാലും, അല്ലെങ്കിൽ ലോകത്തിൻ്റെ ഏത് മുക്കിലുണ്ടെങ്കിലും ആ ദിവസങ്ങളിൽ നിങ്ങൾ നിങ്ങളുടെ സിസ്റ്റേഴ്സായിട്ട് ബന്ധം സ്ഥാപിക്കണം, അവരുമായി സംസാരിക്കണം, അവർക്ക് ഗിഫ്റ്റ്. നിങ്ങളിപ്പോൾ അവരെ ബർത്ത്ഡേക്ക് ഗിഫ്റ്റ് കൊടുക്കുക, അതൊക്കെ വേറെ വിഷയമാണ്. പക്ഷേ ഈ ബറാത്തിൻ്റെ അന്ന്, അതായത് ഈ സിസ്റ്റേഴ്സ് ഡേയിൽ നിങ്ങൾ എന്ത് ചെയ്യണം കൃത്യമായിട്ട്. ഇത് വളരെ ഇമ്പോർട്ടൻ്റ് ഉണ്ട്. ഇത് ഞാൻ തമാശക്ക് പറയണമല്ല. എൻ്റെ കാലശേഷമാണെങ്കിലും നിങ്ങൾ ജീവിച്ചിരിക്കുന്ന കാലത്തോളം എന്ത് ചെയ്യണം, ഈ 2 പെൺകുട്ടികൾ ആ സിസ്റ്റേഴ്സ് ഡേ ആയിട്ട് പ്രത്യേകം ബറാത്തിൻ്റെ അന്ന്, അത് നിങ്ങൾക്ക് എവിടെ എന്തൊക്കെ തിരക്ക്, നിങ്ങൾ തന്നെ വിവാഹം കഴിച്ച് നിങ്ങൾക്ക് മക്കളുണ്ടെങ്കിൽ ഈ 2 പെങ്ങന്മാർ ഹയാത്തുള്ള കാലത്തോളം അവരുമായിട്ട് എന്ത് പിണക്കുണ്ടെങ്കിലും അത്രക്ക് നീട്ടി വെക്കാനേ പാടില്ല. പിണക്കൊക്കെ ഉണ്ടാവും. ഇപ്പം നിങ്ങൾക്ക് പിണക്കം തോന്നാത്തത് ഇവർ 2 കുശുമ്പും കുഞ്ഞായൊന്നും പഠിക്കാത്തതുകൊണ്ടാണ്. ഇനി കുറച്ച് കഴിയുമ്പോൾ കുശുമ്പും കുഞ്ഞായൊക്കെ ഇവർക്കും വരും. നിങ്ങൾക്കും ചിലപ്പോൾ നിങ്ങൾ പെണ്ണിട്ടുമ്പോൾ നിങ്ങൾ പെണ്ണുങ്ങളും കാലന്തരം നിങ്ങൾക്കും വരും. അങ്ങനെയൊക്കെ വന്നാലും ശരി, എന്തുണ്ടെങ്കിലും ഇത് വാപ്പാൻ്റെ വസീയത്താണ്. ബറാത്ത് രാവിൻ്റെ അന്ന് സിസ്റ്റേഴ്സ് എൻ്റെ പെങ്ങന്മാരായിട്ട് സംസാരിച്ചിരിക്കും. എന്ത് വിഷമമുണ്ടെങ്കിലും അത് പരിഹരിച്ചിരിക്കും. അവർക്ക് നമ്മളെ കൊണ്ട് ഓരോരുത്തരുടെയും ഹൈസിയത്തനുസരിച്ച് നിങ്ങൾക്ക് പറ്റുന്ന രൂപത്തിൽ അവർക്ക് എന്തെങ്കിലും ഹദിയ കൊടുക്കും, ഗിഫ്റ്റ് കൊടുക്കും, അവരെ വിശേഷങ്ങളും സുഖവിവരങ്ങളും അന്വേഷിക്കും, അവരെ ക്ഷേമത്തിലാണോ ക്ഷാമത്തിലാണോ എന്നറിയാൻ ശ്രമിക്കും. ആ രൂപത്തിൽ നിങ്ങൾ ഈ ദിവസത്തിന് ബറാത്തിരാവ് മറ്റ് നമ്മളെ ഒരുപാട് മറ്റുള്ള മഹാന്മാർ പഠിപ്പിച്ച ഔറാദ് അദ്കാർ വലൈഫുകൾ വേറെ ഉണ്ട്. അതിനൊക്കെ പുറമെ ഈ ഒരു ഞായറാഴ്ച, ഈ ഒരു ബറാത്തിൻ്റെ അന്ന് അവരെവിടെയാണെങ്കിൽ നിങ്ങൾ അവരെ കെട്ടിച്ചു കൊടുത്തിട്ടുണ്ടെങ്കിൽ ഞങ്ങൾ പോകാൻ പറ്റുന്നു, ശാരീരികമായിട്ട് നിങ്ങൾക്ക് ഫിസിക്കലി അവർ മുന്നിൽ അപ്പിയർ ആവാൻ പറ്റുന്നുണ്ടെങ്കിൽ അത് ചെയ്തിട്ട് അവർക്ക് ഗിഫ്റ്റുകളോ സ്വർണമോ വട്ടവർ അരിയോ അവർക്ക് എന്താണോ വേണ്ടത്, അല്ലെങ്കിൽ നിങ്ങളെ കൊണ്ട് സാധിക്കുന്നത് എന്താണോ അങ്ങനത്തെ, അതായത് ആ ദിവസത്തിനെ മസ്ബൂത്താക്കണം. അടുത്ത വർഷത്തേക്ക് വരെയുള്ള നിങ്ങളുടെ ആ സാഹോദര്യം, ആ സിസ്റ്റർഹുഡ് അല്ലെങ്കിൽ ബ്രദർഹുഡിനെ എന്ത് ചെയ്യണം, ടൈറ്റാക്കിയും സ്ട്രോങ് ആക്കിയും വേണം. അത് അവരുടെ അടുത്ത് നിന്നുള്ള മിസ്റ്റേക്കാണോ ഇതിന് കാരണം? നിങ്ങൾ ഇൻ കേസ് നിങ്ങൾ പിണങ്ങി നിൽക്കുകയായിരുന്നു, അതിൻ്റെ റീസൺ ആരാവട്ടെ, ഒരുപക്ഷെ നിങ്ങളാണോ അല്ലെങ്കിൽ അവരാണോ, അതൊന്നും അതായത് പിണങ്ങി നിൽക്കുന്ന പെങ്ങൾക്ക് തോന്നണം
ദുനിയാവിൽ എവിടെയെങ്കിലും ഹയാത്തുണ്ടെങ്കിൽ എൻ്റെ ഇക്കാക്ക എന്ത് ചെയ്തിരിക്കും? ബറാത്തിൻ്റെ അന്ന് എൻ്റെ അടുത്ത് വന്നിരിക്കും, വരാനൊത്തിലിങ്ങനെ വിളിച്ചിരിക്കും. ഈ രൂപത്തിൽ ഈ ദിവസത്തിനെ നിങ്ങൾ അങ്ങനെ തന്നെ പരിഗണിക്കണം, സിസ്റ്റേഴ്സ് ഡേ ആയിട്ട് കൊണ്ടാടണം. അത് ബറാത്തിൻ്റെ ദിവസമാണ് കുറച്ചും കൂടി നല്ലതായിട്ട് എനിക്ക് തോന്നുന്നു. പക്ഷേ ഈ ബറാത്തിൻ്റെ അന്ന് വേറൊരു കാര്യം ഉണ്ട് കേട്ടോ. ഇതിപ്പോൾ ബറാത്തിൻ്റെ അന്ന് സത്യത്തിൽ നമ്മുടെ നാട്ടിൽ പണ്ട് ഈ ഒരു ആദത്തൊക്കെ ഉണ്ടായിരുന്നു. പെങ്ങന്മാരെ കെട്ടിച്ചു കൊടുത്തേക്ക് പോക്കും, അവർക്ക് ഗിഫ്റ്റുകൾ കൊണ്ടുപോയി കൊടുക്കലും, അല്ലെങ്കിൽ അവരെ കാണലും. ഇപ്പോൾ ജലീൽ മാമയുടെ പെങ്ങളെ കെട്ടിച്ചു കൊടുത്ത് പോകാറുണ്ട്. അങ്ങനെ പണ്ട് നമ്മുടെ നാട്ടിൽ ഈ സംവിധാനം ഉണ്ട്. ഇപ്പോഴെല്ലാവരും ബിസിയായി, ഒന്നും ചെയ്യണില്ല. ചെയ്യണവരുണ്ടാവും, ഇല്ല എന്ന് ഞാൻ പറയണില്ല. പണ്ടൊക്കെ ഇപ്പം നമ്മളെ വാപ്പ തന്നെ ബറാത്തിരാവിൻ്റെ അന്ന് പണ്ട് കാലത്ത് അമ്മായിക്ക് കാശ് കൊണ്ടു കൊടുക്കുന്നുണ്ട്. വാപ്പ പോകാറില്ല, നമ്മുടെ അടുത്ത് കൊടുത്തു വിടും. അമ്മായി കാശ് കൊണ്ടു കൊടുക്ക്, അല്ലെങ്കിൽ വലിയ അമ്മായി കാശ് കൊണ്ടു കൊടുക്ക്, ചെറിയ അമ്മായി കാശ്, അങ്ങനെയൊക്കെ ഉണ്ടായിരുന്നു. അതൊക്കെ എടുക്കപ്പെട്ടു പോയി. ഒരു പക്ഷേ എടുക്കപ്പെടാനുള്ള കാരണം അവരൊക്കെ അന്നൊക്കെ പിന്നെ ഈ സഹായം ഒരു അത്യന്താപേക്ഷിതമായൊരു സംഗതിയായിരുന്നു. ഈ കൊടുക്കണ കാശ് അവർക്ക് ആവില്ല. ഇന്നിപ്പോൾ എല്ലാവരും ഫിനാൻഷ്യലി ഒക്കെ അപ്ഗ്രേഡ് ആയതിൻ്റെ പേരിലായിരിക്കും അതില്ലാണ്ടായി പോയത്. പക്ഷെ നിങ്ങൾ അത് നോക്കരുത്. ഇവരിനിപ്പോൾ വലിയ പണക്കാരുടെ ഭാര്യമാരാണെങ്കിൽ പോലും നിങ്ങളവിടെ എത്തിയിരിക്കുകയും കൊടുക്കുകയും ചെയ്ത് ആ ബന്ധത്തിനെ സുദൃഢമാക്കണം. ഇതാണ് ബറാത്തിരാവിൻ്റെ എൻ്റെ നിങ്ങളോടുള്ള വസിയത്ത്. അപ്പം ഇനി ഇവർക്ക് വേണ്ടേ ഈ 2 കോച്ചറായകളോട് പറയാനുള്ളത് കേൾക്കണ്ട ഫാത്തി. ഇവർക്ക് നമ്മൾ ഒരു ബ്രദർഹുഡും ഒരു ബ്രദേഴ്സ് ഡേയും തീരുമാനിച്ചിട്ടുണ്ട്. എന്താണ്? മീറാജിൻ്റെ അന്ന്, റജബ് 27 മീറാജിൻ്റെ അന്ന് ഇൻഷാ അല്ലാഹ് അത് നിങ്ങൾ ഇവരെ പറഞ്ഞ് ഇവരെ വാപ്പ ഇവരോട് ഇപ്പം ഇവർക്ക് ഇതൊന്നും തിരിയണമെന്നില്ല. ഇവരെ വാപ്പ ഇത് പറഞ്ഞിട്ടുണ്ടെന്ന് അന്ന്. ഇത് ഇനിയിപ്പോൾ റെക്കോർഡാവണമെങ്കിൽ റെക്കോർഡായിട്ടാണെങ്കിൽ കാണിക്കണം. മീറാജിൻ്റെ അന്ന്, ബറാത്തിരാവല്ല, മീറാജിൻ്റെ അന്ന് റജബ് 27 ഇതേപോലെ തന്നെ ഈ പെങ്ങന്മാർ അവരെവിടെയാണെങ്കിലും അവർ നിങ്ങളുമായിട്ട് നിങ്ങൾ ഇക്കാക്കന്മാരെ കാണാനും, ഇക്കാക്കന്മാർക്ക് ഗിഫ്റ്റ് കൊടുക്കാനും, ഇക്കാക്കന്മാരോട് സംസാരിക്കാനും, ഇക്കാക്കന്മാരുടെ സുഖവിവരങ്ങൾ അന്വേഷിക്കാനൊക്കെ അവരും അതിന് വേണ്ടി ഡെഡിക്കേറ്റ് ആയിട്ട് നിൽക്കണം, അതിന് തയ്യാറാവണം. അങ്ങനെ ആ ഒരു ബ്രദേഴ്സ് ഡേ ആയിട്ട് ഇവരും അതിനെ പരിഗണിക്കണം. എന്ത് ചെയ്യൂലാന്നാ ഇപ്പം തന്നെ നമ്മളങ്ങനെ പറയണമെങ്കിൽ ഇത് റെക്കോർഡ് ചെയ്ത് വെച്ചോളണം, ഇത് കേൾപ്പിക്കണം. അവരെ വാപ്പ അങ്ങനെ പറഞ്ഞു പറഞ്ഞിട്ട് ഈ 2 ദിവസങ്ങൾ ബാക്കി നിങ്ങൾ ബർത്ത്ഡേ ആഘോഷിക്കുന്നു, അല്ലെങ്കിൽ നിങ്ങൾ മറ്റെന്തൊക്കെയോ നിങ്ങൾ സെറമണി ലൈഫിൽ മാരേജ് ഡേ ആനിവേഴ്സറി വരും, മറ്റ് പലതും വരും. അതൊന്നും അല്ല. ഈ 2 ദിവസങ്ങൾ ഇനി മുതൽക്ക് ഹാനിയോടും എല്ലാവരോടും നമുക്ക് പറയാനുള്ളത്, ബറാത്ത് സിസ്റ്റേഴ്സ് ഡേ ആയിട്ടും മേറാജ് രാവ് ബ്രദേഴ്സ് ഡേ ആയിട്ടും നിങ്ങൾ 4 പേരില്ല മാഷാ അല്ലാഹ്. ഇപ്പോൾ നമ്മളെ മക്കൾ നിങ്ങൾ അങ്ങോട്ടും ഇങ്ങോട്ടും അതിനെന്ത് ചെയ്യണം, കൊണ്ടാടണം, പരിഗണിക്കണം. അത് എല്ലാ വിഷമങ്ങളും എല്ലാ പിണക്കും, കാരണം ഇതൊന്നുമല്ല. ഇപ്പം ബ്രദേഴ്സ് ഡേ ഇവർക്ക് മാത്രമല്ല, ഇയാൾക്ക് ഹാനിയോടും ഇതേ ബ്രദേഴ്സ് ഡേ തന്നെയാണ്. അല്ലാണ്ട് പെങ്ങന്മാർ മാത്രം വരില്ലല്ല. സിബ്ലിങ്സ് ഡേ എന്ന് വേണമെങ്കിലും അതിനെ വിളിക്കാം. സത്യത്തിൽ സിബ്ലിങ്സ് ഡേ എന്നൊരു ഡേ ഉണ്ട് ഏപ്രിൽ 10 ലോകം ആഘോഷിക്കേണ്ട ദിവസമാണ് സിബ്ലിങ്സ് ഡേ, ഏപ്രിൽ 10. നമ്മൾ അതിൻ്റെ പിന്നാലെ പോണ ബ്രദേഴ്സ് ഡേ എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ അത് ഈ സിസ്റ്റേഴ്സ് മാത്രം നിങ്ങളെ തേടി വരലല്ല, നിങ്ങൾ പരസ്പരവും. ഇയാളിപ്പോൾ മൂത്ത ജ്യേഷ്ഠനാണ്, മൂത്തക്കാക്കാണ്, അയാളുണ്ട്, ഹാനിയുണ്ട്, നിങ്ങളും പരസ്പരം. കാരണം ലൈഫിൽ പലപ്പോഴും ഞാൻ മനസ്സിലാക്കുന്നത് എന്ന് വെച്ചാൽ പലപ്പോഴും ഇപ്പോഴുള്ള ഈ മഹബത്തും ഇപ്പോഴുള്ള ഈ ഐക്യവും അല്ലെങ്കിൽ ഇപ്പോഴുള്ള ഈ സാഹോദര്യം ഇതൊന്നും എപ്പോഴും ഉണ്ടാവണമെന്നില്ല. അതിന് ചെറിയ ചെറിയ കാരണങ്ങൾ മതി, ചെറിയ ചെറിയ കാരണങ്ങൾ. അത് ഇയാൾ പിക്കാക്കണം, മൂത്താളാണ്, ഇയാൾ പ്രത്യേകം പറഞ്ഞപ്പോൾ ഞങ്ങളും ഏട്ടനിയന്മാരൊക്കെ ഉണ്ട്. പക്ഷെ നമ്മളൊക്കെ പണ്ടേ ചിന്തിച്ചിരുന്നു ഒന്നും സംഭവിക്കില്ല, നമ്മളൊന്നും അങ്ങനെയല്ല. ഇതിൻ്റെ അകത്ത് എപ്പോഴും വരുന്ന വിഷയം എന്താണ്? തെറ്റിദ്ധാരണകളാണ്. ഈ തെറ്റിദ്ധാരണക്ക് ഒരു പ്രധാനപ്പെട്ട കാരണം തൊട്ടണോ, തുറന്ന് സംസാരിക്കൂല. ഉദാഹരണത്തിന് ഇപ്പം കാക്കൂനെ കാര്യം പറയുന്നത്, ഞാൻ ഇങ്ങനെ ചിന്തിക്കുന്നു എന്തുകൊണ്ടെന്ന് എനിക്ക് ചോദിച്ചാൽ മതി കാക്കൂനോട്, അങ്ങനെ പറഞ്ഞെന്ന് കേട്ടല്ല അത് ശരിയാണോ എന്ന്. ഞാനത് ചോദിക്കൂല. ഞാൻ കേൾക്കുന്നത് മറ്റൊരാളുടെ ഹിക്കായത്താണ്, ഇക്കാക്ക അങ്ങനെ പറഞ്ഞെന്ന്. അപ്പം തന്നെ എനിക്ക് വിഷമായി, എന്താണ് എന്നെപ്പറ്റി അങ്ങനെ പറഞ്ഞതെന്ന്. അതേ സമയത്ത് ആ വിഷമിക്കാനെടുക്കുന്നതിൻ്റെ 10 സമയം മതി ഞാനൊന്ന് നേരിട്ട് വിളിച്ചു ചോദിക്കാൻ, എന്നെപ്പറ്റി ഇങ്ങനെ പറഞ്ഞാൽ ഇല്ല, ഉണ്ട്, 2 ഒരു ഉത്തരം ഞാൻ പറഞ്ഞതിൻ്റെ സാഹചര്യം ഇന്നതാണ്, അത് അല്ലെങ്കിൽ ഞാൻ പറഞ്ഞ വാക്കുകൾ ഇങ്ങനെയാണ്, അത് വളച്ചൊടിക്കപ്പെട്ടു. ഇതിപ്പോൾ ചോദിച്ചാലേ തിരികെയുള്ളൂ. പക്ഷെ ചോദിക്കൂല. ഞാൻ അവോയ്ഡ് ചെയ്ത് നടക്കും, ഞാൻ ഒരു സ്ഥലത്ത് ഒരുമിച്ച് കൂടൂല, അല്ലെങ്കിൽ വരുന്നിടത്ത് പോകൂല, പിടിക്കൂല. ഈ രൂപത്തിൽ ലൈഫിൽ ഞാൻ കണ്ടിടത്തോളം വെച്ചിട്ട് എപ്പോഴും
പ്രശ്നങ്ങളുടെ ചിലയിടത്തൊക്കെ ഉണ്ട് ഇങ്ങനെ ശരിയായ ഫ്രോഡ്, ചീറ്റിങ്, അങ്ങനെ തട്ടിപ്പ്, മൂഞ്ചിപ്പ് എന്ന് പറഞ്ഞിട്ട് സഹോദരങ്ങൾക്കിടയിൽ. അതല്ലാത്ത മിക്ക പ്രശ്നങ്ങളുടെയും കാരണം എന്തായിരിക്കും? തെറ്റിദ്ധാരണ ആയിരിക്കും. ഈ തെറ്റിദ്ധാരണയുടെ അടിസ്ഥാന കാരണം എന്തായിരിക്കും? ഓപ്പണായിട്ട് സംസാരിക്കാത്തതായിരിക്കും. അതുകൊണ്ട് തന്നെ ഇപ്പോൾ ഹാനിയുണ്ട്. ഹാനിയെ ഇയാളുടെ ഒരിക്കലും, അതുകൊണ്ടാണ് ഞാൻ നിങ്ങൾക്കിടയിൽ അത് പ്രത്യേകം ശ്രദ്ധിക്കേണ്ട കാര്യം എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ, ഞാൻ എൻ്റെ പ്രായക്കാരായ ഒരുപാട് എൻ്റെ സുഹൃത്തുക്കളും അല്ലാത്തവരൊക്കെ ഞാൻ കണ്ടിട്ടുണ്ട്. ഇതിലൊക്കെ അവരുടെ ഇടയിലുള്ള സിബ്ലിങ്സ്, അവരെ മക്കൾ പരസ്പരം പേര് വിളിക്കുന്നതാണ് ഞാൻ കണ്ടിട്ടുള്ളത്. ഇക്കാക്ക 2 വയസ്സോ 3 വയസ്സോ ഉള്ള ജ്യേഷ്ഠനെ അല്ലെങ്കിൽ ജ്യേഷ്ഠത്തിനെ, അതായത് ഇത്താത്താന്ന് വിളിക്കേണ്ടവരെയും ഇക്കാക്കാന്ന് വിളിക്കേണ്ടവരെയും, ഇപ്പോൾ ഫാത്തിമയും ആയിഷയും തമ്മിൽ 1.5 വയസ്സിൻ്റെ വ്യത്യാസമുള്ളൂ. ഇയാളും ഹാനിയും തമ്മിൽ 1.5 വയസ്സിൻ്റെ വ്യത്യാസം കണ്ട് ഏകദേശമുള്ളൂ. പക്ഷെ ഞാൻ ഒരിക്കലും നിങ്ങളെ പേര് വിളിക്കാൻ, ശരിക്കും എന്ന് പറഞ്ഞാൽ ഇപ്പോൾ ഫാത്തിമക്ക് ആയിഷക്ക് പേര് വിളിച്ചാൽ മതി, അത്രയും അവരിപ്പോൾ തന്നെ ഒരുമിച്ച് കളിച്ചിടക്കണം. നിങ്ങളും രണ്ടാളും അങ്ങനെ തന്നെയായിരുന്നു. ഞാൻ പക്ഷെ പേര് വിളിക്കുന്ന ആ സമ്പ്രദായത്തിനെ കട്ടക്ക് എതിർക്കുകയും നിങ്ങൾക്കിടയിൽ ആ പേര് സംസ്കാരം ഞാൻ വളർത്തുകയും ചെയ്തില്ല. അതെനിക്ക് നിർബന്ധ ബുദ്ധിയുണ്ട്. പലരും ഞാൻ കണ്ടത്, എൻ്റെ ഫ്രണ്ട്സിൻ്റെ മക്കൾ തന്നെ പരസ്പരം അവരെക്കാളും 5ഉം 6ഉം വയസ്സായ മൂത്ത ജ്യേഷ്ഠത്തിന് അല്ലെങ്കിൽ സിസ്റ്ററെ വിളിക്കുന്നത് പേരാണ്, അല്ലെങ്കിൽ മൂത്ത ആളെ വിളിക്കുന്നത്. ഇപ്പോൾ ഞാൻ പലരും ഇപ്പോൾ പേര് പറഞ്ഞിട്ട് കൊളാക്കണില്ല. എത്ര ആൾക്കാർ പേരിന് വിളിക്കണത്, ഇക്കാക്കാന്ന് വിളിക്കണില്ല, ഇത്താത്താന്ന് വിളിക്കണില്ല. അത് ഒരു വലിയ തെറ്റും കൂടിയാണ്. ഒരു തെറ്റായ കൾച്ചറാണ് നമ്മൾ. കാരണം ഒന്നെന്ന് പറഞ്ഞാൽ ആ കൂടപ്പിറപ്പുകൾ, ഇപ്പോൾ ട്വിൻസ് അല്ലെങ്കിൽ ഇരട്ടകളല്ലെങ്കിൽ അവർക്കിടയിൽ ആ ഇക്കാക്ക ഇത്താത്ത വെളിബന്ധങ്ങൾ ഉണ്ടാക്കലാണ് അഫ്ളൽ. ഒന്ന് ബഹുമാനിക്കാൻ അള്ളാഹുവിൻ്റെ റസൂൽ പഠിപ്പിച്ച് നമ്മുടെ ദീനിൻ്റെ പ്രായം കൊണ്ട് മൂത്തോരെ ബഹുമാനിക്കണം എന്നല്ല, ആ ബഹുമാനത്തിൻ്റെ ഒരു ഭാഗം തന്നെ നമ്മുടെ നാട്ടിൽ കൾച്ചർ അനുസരിച്ചിട്ട് ഇക്കാക്കാന്നോ ഇത്താത്താന്നൊക്കെ വിളിക്കൽ. അറബികൾ കുനിയത്തൊക്കെ വിളിക്കും, അബു സലീം എന്ന് വിളിക്കും. അവർക്ക് അബു സലീം കാന്ന് ഇപ്പോൾ ഷെയ്ഖ് മുഹമ്മദ് കാന്നൊന്നും ആരും വിളിക്കില്ല. അത് വേറെ കൾച്ചറാണ്. ബേസിക്കലി എല്ലായിടത്തും അവരും വിളിക്കുന്നുണ്ട്. ഏത് അവരെ നാട്ടിൽ അറബി സംസ്കാരത്തിൽ ഇക്കാക്ക ഇത്താത്ത വിളിയില്ല, മറിച്ച് അവർ വിളിക്കുന്നത് ബഹുമാനത്തിൻ്റെ ഭാഗത്ത് കുനിയത്ത് കൂട്ടി വിളിച്ചിട്ടാണ്. അബു സാലിം, അബു റാഷിദ്, അതൊരു ബഹുമാനം തന്നെയാണ്. അല്ലെങ്കിൽ അയാളുടെ പേരുണ്ടല്ലോ ഹംസാന്ന്, അല്ലെങ്കിൽ അയാളുടെ പേരുണ്ടല്ലോ ജമാലെന്ന്, അത് വിളിക്കണില്ലല്ലോ. അപ്പോൾ ബഹുമാനം അവർക്കുണ്ട്. ചില ആൾക്കാർ അങ്ങനെ ചോദിക്കാറുണ്ട്, അറബികൾ ഇക്കാക്കാന്ന് വിളിച്ചിട്ടാണോ അറബികൾ ഇത്താത്താന്ന്? അവരെ ഓരോരുത്തർക്കും ഓരോ കൾച്ചറാണ്. തമിഴന്മാരെ അണ്ണാന്ന് വിളിക്കുക, അവർ ഇക്കാക്കാന്നല്ലല്ലോ വിളിക്കണത്. അപ്പം ഈ ബന്ധങ്ങളിൽ ഇക്കാക്ക ഇത്താത്ത വിളി അത്യന്താപേക്ഷിതമാണ്. അതുകൊണ്ട് ഒരുപാട് ഗുണങ്ങളുണ്ട്. അതിപ്പോൾ അത് ഇയാൾക്ക് ഭാവി ഇപ്പം ഈ പറയുന്ന സംഗതികളൊന്നും പൂർണ്ണമായിട്ട് നിങ്ങൾക്ക് ഉൾക്കൊള്ളാൻ കഴിഞ്ഞുകൊള്ളണമെന്നില്ല. ഭാവിയിൽ ഇപ്പോൾ ഞങ്ങളെ ഉമ്മയും വാപ്പയും ഞങ്ങളെ വളർത്തി അങ്ങനെ. ഇപ്പം ഞാനും റൈംതായും തമ്മിൽ 2 വയസ്സിൻ്റെ വ്യത്യാസമുള്ളൂ. കാക്കു തമ്മിൽ അവരമ്മി 2 വയസ്സ്. പക്ഷെ ഇക്കാക്കാന്ന് തന്നെ വിളിപ്പിച്ചിട്ടുള്ളൂ, ഇക്കാന്ന് വിളിപ്പിച്ചിട്ടുള്ളൂ. പണ്ട് ഇതിൻ്റെ ഒരു തല്ലൊക്കെ നടക്കും. എങ്ങനെയാന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ദേഷ്യം വരുമ്പോൾ പിണങ്ങണ സമയത്ത് കുട്ടിക്കാലത്ത് റഹീമേന്ന് വിളിക്കും. അതുവരെ ചെയ്ത മിസ്റ്റേക്കുകളൊക്കെ എന്നോട് അക്രമം കാണിച്ചിട്ടുണ്ടാവും റഹീംതായ ഇക്കാക്ക മിസ്റ്റേക്ക്. പക്ഷേ അവസാനം ദേഷ്യം വന്ന് മൂസി കയറിയിട്ട് ഞാൻ റഹീമെന്ന് വിളിച്ചതിന് വിഷയമാവാ. അത് പോയി പറഞ്ഞു കൊടുക്കും ഉമ്മാൻ്റെ അടുത്ത്, ഉമ്മ എൻ്റെ പേര് വിളിച്ച്. പിന്നെ എൻ്റെ ന്യായങ്ങൾക്കൊന്നും പ്രസക്തിയില്ല, അടി എനിക്ക് ഉറപ്പാ. എന്തിനാണെന്നറിയോ? പേര് വിളിച്ചേന്. ഹക്കീക്കത്തിന് ഈ പറഞ്ഞത് എന്നോട് അങ്ങനെ ചെയ്തിട്ടുണ്ട്, എന്നോട് ഇങ്ങനെ ചെയ്ത്, എൻ്റെ സാധനം എടുത്ത്, എൻ്റെ ടയർ, ഞങ്ങൾ പണ്ട് സൈക്കിളിൻ്റെ ടയർ എടുത്തിട്ടുണ്ടാവും, അല്ലെങ്കിൽ മറ്റേ ഒരു ചെരുപ്പ് ചെത്തിയിട്ടുള്ള മറ്റേ വണ്ടീൻ്റെ ഞങ്ങളെ ഇതെന്തെങ്കിലുമൊക്കെ എടുത്തിട്ടോ നശിപ്പിച്ചിട്ടോ ആയിരിക്കും ഞാൻ ദേഷ്യം വന്നിട്ട് എന്ത് വിളിച്ചത്, പേര് വിളിച്ചാൽ. ഇനി ആ ചെയ്ത തെറ്റുകളൊക്കെ തെറ്റ് ഒന്നും അല്ലാണ്ടായി. ഇപ്പം എന്താണ് തെറ്റ്? ഏറ്റവും വലിയ തെറ്റ് പേര് വിളിച്ചു. അപ്പടി ഉറപ്പം അടുത്തുനിന്ന് ഇങ്ങനെയാണ് ഞങ്ങളെ ശീലിപ്പിച്ച് പഠിപ്പിച്ചത്. അതുകൊണ്ട് ഇന്നും ഇക്കാലം വരെ സെലിക്കാന്ന് കൂട്ടിയല്ലാണ്ട് വെല്ലിക്കാന്ന് കൂട്ടിയ എനിക്ക് നിങ്ങളോട് പറയുമ്പോൾ ഇപ്പോൾ റഹീം തായ എന്ന് പറയാൻ പ്രയാസമുണ്ട്. എൻ്റെ നാവിന് വഴങ്ങുന്നില്ല. ഞാൻ റഹീം തായ എന്ന് വിളിക്കുക, എനിക്ക് റൈക്കാന്ന് വിളിച്ച് പരിചയമുള്ളൂ. ഇങ്ങനെ വിളിച്ചിട്ട് വന്നതാണ്. അതുകൊണ്ട് തന്നെ ഞങ്ങൾ ഒരുമിച്ചിട്ട് ഒരു തെറ്റായ അസഭ്യം സംസാരിക്കലില്ല. ഇതെൻ്റെ പ്ലസ് പോയിൻ്റാണ്. അസഭ്യം സംസാരിക്കലില്ല, അശ്ലീലം കാണലില്ല. ഒരു പരിധിയിൽ നിന്നിട്ടാണ് സംസാരിക്കുക. ഒരു ആദരവിൻ്റെ, റെപ്യൂട്ടേഷൻ്റെ, അല്ലെങ്കിൽ ഒരു അദബിൻ്റെ ഒരു ബോർഡർ, ഒരു ബൗണ്ടറി ഞങ്ങൾക്കിടയിലുണ്ട്. ഇപ്പം ഞാനും കാക്കും സംസാരിക്കുന്ന സമയത്ത് ഒരു ലെവലാണ്. അല്ലാണ്ട് മറ്റുള്ളവർ ഒരു പെൺകുട്ടി അതിൽ കുഴപ്പമ്പോൾ 2 ആളും കൂടി കമൻ്റ് അടിക്കുന്നില്ല, അല്ലെങ്കിൽ വേറെ നിൽക്കുമ്പോൾ അത് അങ്ങനെ ഉണ്ട്, ഒന്നുമില്ല. ഒരു മാന്യതയുടെ ഒരു ഇതുണ്ട്. അതെന്തുകൊണ്ട് വെച്ചാൽ എൻ്റെ അപ്പുറത്ത് ഇരിക്കണം. കാരണം ഇക്കാന്ന് ചെറുപ്പം മുതൽക്ക് വിളിച്ച് ശീലിച്ചതിൻ്റെ പേരിൽ അത് ആ ഇക്ക എന്നുള്ള റെസ്പെക്റ്റിലാണ് സംസാരിക്കണത്.
അതുകൊണ്ട് തന്നെ എന്താ പറയുക, ചന്തീന്നേ പറയുള്ളൂ. അതിന് നമുക്ക് വേറെ നാടൻ ഭാഷ ഉണ്ട്, അത് ഇക്കാൻ്റെ മുന്നിൽ ഉപയോഗിക്കൂല. അതായത് എല്ലാ രൂപത്തിലും സത്യത്തിൽ ഒരു അതബ് വരും, വാക്കുകളിലും പെരുമാറ്റത്തിലൊക്കെ. അതുകൊണ്ട് തന്നെ ഈ ഒരു കാരണം വെച്ചാൽ എന്താണ്, നമുക്ക് ശേഷം മാതാപിതാക്കൾക്ക് ശേഷം ഇപ്പം ഈ വീട്ടിൽ തന്നെ ഞങ്ങളിപ്പോൾ നിർത്തി പോകണമെങ്കിൽ ഇയാളിന് ഇവിടുത്തെ ഇക്കാക്ക, ഇയാളോട് ഈ കാക്ക ബന്ധവും ഈ ഒരു ബഹുമാനവും നിലനിന്നില്ലെങ്കിൽ ഇയാൾ അവരെ കൂടി ഇരുന്നിട്ട് ചിലപ്പോൾ എല്ലാ ആറാമ്പറപ്പിനും കൂട്ടിക്കും. പക്ഷെ ഇപ്പം ഉണ്ട്, ഇനി ഒരാൾ അനിയൻ ആറാമ്പറപ്പ് ചെയ്താലും ഇയാളെ മുന്നിൽ ചെയ്യൂല, പുറത്തു പോയി ചെയ്യും, അവൻ്റെ കൂട്ടുകാരോടൊപ്പം ചെയ്യും. പക്ഷെ നോട്ട് വിത്ത് യു ഓർ നോട്ട് ബിഫോർ യു, താങ്കൾക്ക് മുന്നിൽ ചെയ്യൂല. അതുകൊണ്ട് തന്നെ ഭാവിയിൽ ഒരു കാര്യം പറയുമ്പോൾ ഹാനി അതിങ്ങനെ ചെയ്യട്ടെ മോനെ എന്ന് പറയുമ്പോൾ അത് ഇക്കാക്ക പറഞ്ഞാണ്, അത് വാപ്പാടെ സ്ഥാനത്ത് നിന്ന് പറഞ്ഞതിന് തുല്യമായിട്ട് അവർ കണക്കാക്കും. അല്ലെങ്കിലോ ഡഹാദി ഞാൻ ഇങ്ങനെ ചെയ്യും, അവിടെ നിന്ന് വിളി വരും. ആര് അപ്പുറത്ത് നിന്നിട്ട് ചോദ്യം വരുന്നുണ്ട്, ഹാനിയുടെ ചോദ്യം ഇക്കാക്കാന്നല്ല, ഡഹാദി വാപ്പ മരിച്ചുപോയി ഞാൻ എന്ത് ചെയ്യണം? അതങ്ങനെ ഇവിടെ രണ്ടുപേര്, ഈ രണ്ട് പീക്കിരികൾ, ഹാദി ഞങ്ങൾക്ക് ബർഗർ മേടിച്ചോണ്ടാ എന്ന് പറഞ്ഞാൽ എങ്ങനെ ഉണ്ടാവും? അപ്പം ഈ അതേ സമയത്ത് അവർ ഒരു കാര്യം പറയുമ്പോഴും അത് ഇക്കാക്കാനോട് പറയാൻ പറ്റുന്ന കാര്യമാണെന്നുള്ള ചിന്ത വരും. ഇതൊക്കെ ബേസിൽ ആദ്യം തന്നെ ഈ വിളിയിൽ തന്നെയാണ് യാദബിൻ്റെ തുടക്കം. അതിനെ ആ അതിർവരമ്പുകൾ, ആ വിളിയില്ലാണ്ടാക്കുന്ന കുടുംബങ്ങളിൽ അള്ളാഹു ആലം അവർക്കിടയിൽ ഭാവിയിൽ എന്താ സംഭവിക്കാൻ പോകണം, പേര് വിളിക്കുന്നത് കൊണ്ട്. അപ്പോൾ ചോദിക്കും പേര് അത്ര വലിയ തെറ്റാണോന്ന്. പക്ഷേ എന്താണെങ്കിലും ഒരു അദബിന് നിരക്കുന്ന സംഗതിയല്ല. ഞാനിപ്പോൾ അതിൻ്റെ ഹുക്കുമ് പറയാനല്ല പോണത്. ചില ആൾക്കാർ ഇപ്പോൾ പറയും ഞങ്ങൾ പേരിന് വിളിക്കണം, പക്ഷേ ഞങ്ങൾ തമ്മിൽ ആ ഒരു അടക്കം അല്ലെങ്കിൽ അദബുണ്ടെന്ന് വിശ്വസനീയം അല്ല. കാരണം എന്താണെങ്കിലും വരില്ല, അനുസരണ വരില്ല. ഇനിയിപ്പോൾ അശ്ലീലം പറയണമെന്നോ അസഭ്യം പറയണമെന്നോ വരുന്നില്ല, അനുസരണ വരില്ല. എങ്ങനെ അനുസരിക്കും? ഒരു കൂട്ടുകാരൻ പറഞ്ഞ പോലെ ഒരാളെ ഹാദി ഇങ്ങോട്ട് വന്നേ, അതേ സമയത്ത് ഇക്കാക്ക ഇങ്ങോട്ട് എന്ന് പറയാൻ പറ്റും ഒരാൾക്ക്? കാരണം ആ വിളിയിൽ തന്നെ ഉണ്ട്. അതാണ് പണ്ട് മുതൽക്ക് തന്നെ നമ്മുടെ കാർന്നോക്കന്മാർ പറയാറുണ്ട്, വിളിയിൽ ആ വിളി സത്യത്തിൽ ഇപ്പോൾ ചിലപ്പോൾ കാണാം, മലപ്പുറത്തൊക്കെ ഉണ്ടാവും. എങ്ങനെ മലപ്പുറത്ത് ഇപ്പോൾ ഒരുപാട് ആൾക്കാർ നമ്മൾ കണ്ടിട്ടുണ്ട്. എന്ന് വെച്ചാൽ ഇപ്പോൾ യാസീൻ മൊയ്ലിയാരെ വീട്ടിൽ തന്നെ യാസീൻ മൊയ്ലിയാരെ അനിയനും യാസീൻ മൊയ്ലിയാരെ എളാപ്പൊക്കെ ഒരേ പ്രായക്കാർ തന്നെയാണ്. പക്ഷെ എളാപ്പാന്നാ വിളിക്കുക. അതായത് യാസീൻ മൊയ്ലിയാർ ജനിച്ചതിന് ശേഷം കൊണ്ട് എളാപ്പ ജനിച്ചിട്ടുള്ളത് എന്ന് കരുതിയിട്ട് പേര് വിളിയില്ല. അത് കാർന്നോക്കന്മാരുണ്ടാക്കി വെച്ചാണ്. അത് നിന്നേക്കാൾ പ്രായം കുറവാണ്, പക്ഷെ നിൻ്റെ എളാപ്പാണ്, നിൻ്റെ വാപ്പാടെ അനിയന്നത്, അപ്പോൾ നീ അങ്ങനെ വിളിക്കണം. ആ എളാപ്പ വിളിച്ചിട്ട് സംഭവം ഒരേപോലെ തന്നെയാണ്. മലപ്പുറത്തൊക്കെ അങ്ങനെ ഇഷ്ടം പോലെ കാണാറുണ്ട്. അതായത് ചെക്കൻ്റെ മാമ അല്ലെങ്കിൽ പെണ്ണിൻ്റെ മാമ ആയിരിക്കും, പക്ഷെ പ്രായം കൊണ്ട് ആ ചെറുതായിരിക്കും, എന്നാലും വിളിക്കും. ഇപ്പൊക്കെ മാറി തോന്നുന്നുണ്ട്. പണ്ട് കാലത്ത് ആ വിളിപ്പിക്കൽ തന്നെയാണ്. എളാപ്പാനും മൂത്താപ്പാനും ചാച്ചാത്തായ ഇങ്ങനെ ബന്ധങ്ങൾ വിളിപ്പിച്ച് അതുകൊണ്ട് തന്നെ ആ ബന്ധങ്ങൾ സ്ട്രോങ് ആവുകയും ചെയ്യും. അതിലൊരു ഒരു ഇൻവിസിബിളായ ഒരു അദബ് വരും നമുക്ക് അതിൻ്റെ അകത്ത്. ആ വ്യക്തിയോട് നമുക്കൊരു നമ്മൾ അറിയുന്നു പോലുമില്ല, എന്നാലും അങ്ങനെ ചെയ്യാൻ പറ്റും. ഒരു ഇക്കാന്ന് വിളിക്കുന്ന ഒരാളെ അല്ലെങ്കിൽ ഇക്കാക്കാന്ന് വിളിക്കുന്ന ഒരാളോട് നമുക്ക് സംസാരിക്കുമ്പോൾ ഒരു നമ്മളറിയാത്ത ഒരു അദബിൻ്റെ പ്രോട്ടോക്കോൾ അവിടെ വരുമല്ലോ ഓട്ടോമാറ്റിക്കായിട്ട്. അതേസമയത്ത് പേര് വിളിക്കുന്ന ഒരാളാണെങ്കിലോ, തീർത്തും പേര് വിളിച്ചിട്ട് ഡാപോടാ വിളിക്കണമെങ്കിലോ, നീ എന്താണ് വന്നത്, നീ ഇക്ക എന്നുള്ള അങ്ങനെ വരുമ്പോൾ ഡാപോടാ എന്നുള്ള വിളിന് വരാം, എടി ബോഡി എന്ന് വിളിക്കാൻ. നിങ്ങളെ ഞാനത് പഠിപ്പിച്ചിട്ടില്ല, നിങ്ങളെ ശീലിപ്പിച്ചിട്ടില്ല, നിങ്ങളെയും ഞാൻ വിളിക്കാറില്ല, ഉമ്മാനോട്ട് വിളിക്കാൻ വിടാറുമില്ല. നീ ഇങ്ങോട്ട് വന്നേ, ഇങ്ങോട്ട് പോടാ വരാന്നുള്ളത്. ഇടയ്ക്ക് ഉമ്മ എന്ത് ചെയ്യും, അങ്ങനെ ചിലത് കാണിക്കുമ്പോൾ ഞാനിപ്പോൾ ദേഷ്യപ്പെടാറുണ്ട്. കാരണം കുട്ടികളോട് ആ നിലക്കിന് സംസാരിക്കണം. ഇപ്പം നിങ്ങളിപ്പോൾ ഇവരോട് സംസാരിക്കണം, നിങ്ങൾ സംസാരിക്കണത്. അതുകൊണ്ട് തന്നെയാണ് ആ ബന്ധങ്ങൾ സുദൃഢമാവുകയും ചെയ്യാൻ. ഇതിപ്പോൾ പറഞ്ഞു വന്നപ്പോൾ കാട് കയറി. ഞാൻ പറഞ്ഞത് ഇതാണ്. അപ്പോൾ ഇന്നത്തെ ഈ ഇഴയടുപ്പം എന്ന് വെച്ചാൽ മനസ്സിലായിട്ടുണ്ട്. ഈ ഡ്രസ്സിൻ്റെ ഇതൊക്കെ കണ്ടില്ല, ഇങ്ങനെ ഒരു നൂലിങ്ങനെ പോകണതന്നെയാണ് അതിന് ഇഴാണെന്നാണ് ഞാൻ പറയാം. അതിനാണ് ഈ ഇഴയടുപ്പം. ഇങ്ങനെയാണ് ഇപ്പോൾ റിലേഷൻഷിപ്പൊക്കെ നിങ്ങൾ എല്ലാവരും തമ്മിലുള്ളത്. പക്ഷെ പോകെ വാട്ട് എവർ ദ റീസൺ ഇറ്റ് മേ ബി, എന്ത് കാരണമാവാം, അതുകൊണ്ട് ചിലപ്പോൾ മാറ്റങ്ങൾ വരും. ഒരു പക്ഷേ വിവാഹം കഴിച്ചിട്ട് ഹാനി ഒരു കല്യാണം കഴിച്ചിട്ട് ഹാനി ഒരു കോച്ചറായിട്ട് നടക്കണം നോക്കുക. അപ്പോൾ ഇയാൾക്ക് ദേഷ്യം വരും. അവൻ ഇന്നലെ വരെ അങ്ങനെ ആയിരുന്നില്ല, ഇന്ന്
അത് ആ മനസ്സിൽ കൊണ്ടിടക്കാണ്ട് ഒന്ന് വിളിച്ചിട്ട് ഹാനി എന്തെങ്ങനെ കാണിക്കുന്നത് എന്ന് ചോദിക്കാൻ തീരുന്ന വിഷയമാണ്. അപ്പം ഞാൻ പറഞ്ഞ അത് കുറേ പോവും, നീണ്ടുപോകും. ഞാൻ പറഞ്ഞതെന്ന് വെച്ച് കഴിഞ്ഞാൽ നിങ്ങൾ എന്തൊക്കെ റീസൺ കൊണ്ടാണ് നിങ്ങൾക്കിടയിലുള്ള അസ്വസ്ഥതകൾ ഇതൊക്കെ വരും. മനുഷ്യന്മാരാകുമ്പോൾ ബന്ധങ്ങളിൽ വീഴ്ചകളും വിള്ളലുകളൊക്കെ ഉണ്ടായിന്ന് വരും. അത്ര പെർഫെക്ഷനൊന്നും ആർക്കും ഉണ്ടാവില്ല. പക്ഷെ ആ സമയത്ത് എന്ത് ചെയ്യണം? ഒരു കാക്കാൻ്റെ റോള് നിന്നിട്ട് അതാണ് ഇയാളുടെ റോള്. ഇപ്പം സത്യത്തിൽ ഞങ്ങളെ വീട്ടിലും അങ്ങനെ തന്നെയാണ്. എല്ലാം മിക്കയിടത്തും ജ്യേഷ്ഠൻ എന്ന കഥാപാത്രത്തിന് ഒരു വലിയ സ്ഥാനമുണ്ട്. മൂത്താളെന്ന് പറയുമ്പോൾ അതിപ്പോൾ ചില ആൾക്കാർ പറയും ഞാൻ മൂത്തത് അതിൻ്റെ പേരിൽ എന്നെ അങ്ങനെ ആക്കി എന്നെ. അതൊന്നും അതിനൊക്കെ നമുക്ക് അള്ളാൻ്റെ അടുത്ത് കൂലി കിട്ടും. ചില ആൾക്കാർ അതിനെ വിമർശിച്ച് പറയാറുണ്ട്. ഞാൻ അടുത്ത് നാളെ ഒരു പോസ്റ്റിൽ വായിച്ചിരുന്നു. ഞാൻ ഒരാളിട്ട് എന്നിട്ട് പോസ്റ്റിൽ ഞാൻ വായിച്ചിരുന്നു, ഞാൻ ചേട്ടനായിട്ട് എല്ലാം ചെയ്ത് ഇപ്പോൾ അവർക്ക് തന്നെ ആർക്കും അനിയന്മാർക്കും അനിയത്തിമാർക്കും എന്നെ ഒന്നും വേണ്ടണ്ടായ. നീ ചെയ്തത് എന്തിനാണ്? അവർ നിന്നെ സ്നേഹിക്കാനോ ബഹുമാനിക്കാനോ അവർക്ക് നിനക്ക് വല്ല ചില്ലറ പൈസ തരാനാണെങ്കിൽ നീ നിരാശപ്പെടണം, ഡിസപ്പോയിൻറ്റഡ് ആണ്. ഓക്കെ, അംഗീകരിച്ച്. പടച്ച റബ്ബിന് വേണ്ടിയിട്ടാണ് ഈ ചെയ്തതെന്നുണ്ടെങ്കിൽ അതിന് വിഷമിക്കണം. ഇപ്പം ഞങ്ങളെ കാലശേഷം ഇപ്പോൾ ഇവർ ഇത്രയും ചെറുതാണ്. ഇനി ചിലപ്പോൾ ഇവരെ കല്യാണം കഴിപ്പിക്കേണ്ട ചുമതലൊക്കെ നിങ്ങൾക്ക് വന്നു. അള്ളാൻ്റെ റസൂൽ എന്താ പറഞ്ഞത്? ഒരാൾക്കൊരു പെങ്ങളുണ്ടായി അല്ലെങ്കിൽ ഒരാൾക്കൊരു മകളുണ്ടായി, വാപ്പാക്കും സഹോദരനും ബാധകമായ ഹദീസുകളുണ്ടതൊക്കെ. അയാളെ കല്യാണം കഴിപ്പിച്ച് വിട്ടാൽ, അല്ലെങ്കിൽ 2 കുട്ടികളുണ്ടായി, 3 കുട്ടികളുണ്ടായി, 3 പെങ്ങന്മാർ, 2 പെങ്ങന്മാർ, 1 പെങ്ങൾ, അവരെ ഒരു നല്ല ഭർത്താവിനെ നോക്കി കല്യാണം കഴിപ്പിച്ചു കൊടുത്താൽ ഞാനും അയാളും ഇങ്ങനെയെന്ന് പറഞ്ഞത് സ്വർഗത്തിൽ. ഇതാണോ പ്രതീക്ഷിക്കുന്നത്? അല്ലെങ്കിൽ ഈ കല്യാണം കഴിച്ചിട്ട് ഇവരെടുക്കുന്ന എന്തെങ്കിലും പ്രതീക്ഷിക്കുന്നത്? ഇവരെടുക്കുന്ന പ്രതീക്ഷ ഞങ്ങൾക്കൊന്നും കിട്ടാനില്ല. കിട്ടിയാൽ കിട്ടി, ഇല്ലെങ്കിൽ ചട്ടി എന്ന് പറഞ്ഞ പോലെയാണ്. പടച്ച റബ്ബിൻ്റെ അടുക്കുന്നുള്ള പ്രതിഫലമാണ്, അല്ലെങ്കിൽ അള്ളാഹുവിൻ്റെ കൂലിയാണ്. മുത്തുനബി തങ്ങളോടൊപ്പം സ്വർഗത്തിൽ ഇങ്ങനെ ആവണം എന്നാണ് ആഗ്രഹം. പിന്നെ അവരെന്തായാലും നമുക്കെന്താ? അപ്പം ഇത്തരം കാര്യങ്ങളൊക്കെ ജ്യേഷ്ഠൻ നൽകി ചെയ്യേണ്ടി വരും. അതിലൊന്നും ഇതില്ല. അതവിടെ കേട്ടെ, നമ്മൾ ആ ടോപ്പിക്കിൽ കടന്നാൽ ഞാൻ പറഞ്ഞാൽ ആ ഒരു വർഷത്തിനിടയിൽ ഇനിയിപ്പോൾ നിങ്ങൾ തമ്മിൽ എന്ത് പ്രശ്നം ഉണ്ടെങ്കിലും, ഇപ്പോൾ ഹാനിയായിട്ട് എന്തെങ്കിലും പ്രശ്നമുണ്ടോ, അല്ലെങ്കിൽ ഹാനിക്ക് കാക്കാനോട് എന്തെങ്കിലും പ്രശ്നം എന്തുണ്ടെങ്കിലും, ആ മിഹ്റാജ് രാവാകുമ്പോഴേക്കും അത് പറഞ്ഞ് അവസാനിപ്പിച്ച് മിഹ്റാജിൻ്റെ അന്ന് നല്ലൊരു ആലിംഗനം, മുആനഖത്ത്, അങ്ങനെ ഒരു ബ്രദേഴ്സ് ഡേ ആയിട്ട് അതിന് ഇവർ മാത്രമല്ല നിങ്ങളും പരസ്പരം ഉൾക്കൊണ്ട് അതിനെ ആഘോഷിക്കണം. ആ ഒന്നാമത്തെ കാര്യം കേട്ടോ, ഒരു പ്രത്യേകത എന്ന് വെച്ചാൽ മിഹ്റാജ് രാവിനാണെങ്കിലും ഷാബെ ബറാത്ത് രാവാണെങ്കിലും അള്ളാഹു സുബ്ഹാനഹു വതആല പുറത്തു കൊടുക്കുന്ന, അതായത് ഇങ്ങനത്തെ വിശേഷ ദിവസങ്ങൾ, ലൈലത്തുൽ ഖദറിൻ്റെ ദിവസം, അതായത് പ്രത്യേകമുണ്ട്. ഇത്തരം വിശേഷ ദിവസങ്ങളിൽ അള്ളാഹു പുറത്തു കൊടുക്കുന്ന, അല്ലെങ്കിൽ അള്ളാഹു സുബ്ഹാനഹു വതആല മറ്റ് പലതും ആ ദിവസത്തിൻ്റെ പ്രത്യേകതകളായിട്ട് എണ്ണപ്പെട്ടുള്ള മഹത്വങ്ങൾ ലഭിക്കണമെങ്കിൽ ഒരു ഷർത്തുണ്ടല്ലോ. എന്താണ് ഷർത്ത്? കുടുംബബന്ധം. പരസ്പരം പിണങ്ങി നിൽക്കുന്നവർ ഇണങ്ങണം. അല്ല, അത് ഒരു പ്രത്യേകതയാണ്. അപ്പം ആ നിലക്ക് നിങ്ങൾക്ക് ഞാൻ ഈ പറഞ്ഞ ദിവസങ്ങൾ ഇത് ചെയ്തേ പറ്റൂ. നിങ്ങൾ രണ്ടാളും കീരിയും പാമ്പും പോലെ നിൽക്കണമെങ്കിൽ നിങ്ങൾക്ക് രണ്ടാൾക്കും ആ ദിവസത്തിൻ്റെ മഹത്വമൊന്നും കിട്ടാനും പോണില്ല. സോ ബെസ്റ്റ് എന്താണ്? നിങ്ങൾ എന്ത് ചെയ്യണം? ബറാത്ത് രാവാകുമ്പോൾ നിങ്ങളെ പെങ്ങന്മാർ ഇവർ രണ്ടാളും പരസ്പരം അങ്ങനെ തന്നെ ആ ദിവസത്തിനുള്ളിൽ എല്ലാം തീർത്തേക്കണം. പരസ്പരം മഹബത്തിലെത്തിക്കൊള്ളണം. സമ്മാനം കൊടുക്കണം, ഗിഫ്റ്റ് കൊടുക്കണം. ഐഷ ഗിഫ്റ്റ് കൊടുക്കൂലേ? ആ, അതേപോലെ മിഹ്റാജാവുമ്പോൾ ഫാത്തി കൊടുക്കൂലേ? കൊടുക്കണം, നിങ്ങളും കൊടുക്കണം. അങ്ങനെ ആ ദിവസങ്ങൾ ഈ ബറാത്ത് രാവിൻ്റെ നൂറിനെ, മിഹ്റാജ് രാവിൻ്റെ നൂറിനെ ഒന്നും കൂടി നിങ്ങൾക്ക് എന്ത് ചെയ്യാൻ പറ്റും? ബ്രൈറ്റാക്കാൻ പറ്റും. അങ്ങനെ നിങ്ങളെ ബന്ധങ്ങൾ അവർക്കൊരു പ്രതീക്ഷ ഉണ്ടാവും. ഇക്കാക്ക എവിടെ ഉണ്ടെങ്കിലും എൻ്റെ അടുത്ത് വന്നിരിക്കും, അല്ലെങ്കിൽ എന്നെ വിളിച്ചിരിക്കും. അതേപോലെ നിങ്ങൾക്കും ഉണ്ടാവും. ബറാത്ത് മിഹ്റാജാവുമ്പോൾ ഞങ്ങളെ പെങ്ങന്മാരും എൻ്റെ അനിയനും എന്നെ വിളിച്ചിരിക്കും, അല്ലെങ്കിൽ ഞാൻ വിളിച്ചിരിക്കും. ഞങ്ങൾ തമ്മിൽ ഒരു പ്രശ്നമില്ല, ക്രിസ്റ്റൽ ക്ലിയർ ആയിരിക്കും ഞങ്ങളുടെ റിലേഷൻഷിപ്പ് എന്നുള്ളത്. അങ്ങനെ നിങ്ങൾ മരണം വരെ തുടരണം. ഈ മെസ്സേജ് നിങ്ങളൊക്കെ നിങ്ങൾക്ക് വേണമെങ്കിൽ കൊടുക്കാം. ഞാൻ ഇജാസത്ത് തന്നിരിക്കുന്നു.